നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം പൂർത്തിയായതോടെ ടീമുകളെല്ലാം തന്നെ ആവേശത്തിലാണ്. അവരുടെ കപ്പിലേക്ക് അടുത്തുള്ള ദൂരം കുറയ്ക്കാനുള്ള പരമാവധി പ്രക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടീമുകളെല്ലാം തന്നെ പടയൊരുക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അവസാന സീസണിലെ പിഴവുകൾ നോക്കി മെഗാ ലേലത്തിലൂടെ പരിഹാരം കണ്ടെത്തി ടീമുകൾ ഇറങ്ങുമ്പോൾ പോരാട്ടം തീ പാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇത്തവണ വലിയ കൂടുമാറ്റങ്ങൾ നടന്നതിനാൽ തന്നെ റെക്കോർഡ് പ്രതിഫലങ്ങളും കാണാനായി. ഋഷഭ് പന്തും ശ്രേയസ് അയ്യരും വെങ്കടേഷ് അയ്യരും എല്ലാം സ്വപ്നതുല്യമായ പ്രതിഫലമാണ് നേടിയെടുത്തിരിക്കുന്നത്. 27 കോടിയോടെ ഋഷഭാണ് പ്രതിഫലത്തിൽ ഒന്നാമതെത്തിയത്. ഇത്തവണ നിരവധി യുവതാരങ്ങളെ ടീമുകൾ സ്വന്തമാക്കിയിട്ടുമുണ്ട്. ഭാവി മുന്നിൽ കണ്ട് ഇപ്പോഴേ യുവ പ്രതിഭകളെ വളർത്തുകയെന്ന ലക്ഷ്യമാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലുമുള്ളത്. ഇതിൽ പലരും വരുന്ന സീസണിൽ തന്നെ ഞെട്ടിക്കാനും കഴിവുള്ളവരാണ്. എന്തായാലും ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെടുത്ത യുവതാരങ്ങളിൽ ഒരാളാണ് ഷെയ്ഖ് റഷീദ്. 20 വയസ്സുകാരനായ താരത്തെ 30 ലക്ഷത്തിനാണ് CSK വാങ്ങിയത്. 2022 മുതൽ CSKയുടെ ഭാഗമാണ് താരം. വമ്പൻ അടി കാഴ്ചവെക്കാൻ ശേഷിയുള്ള താരം ഇക്കഴിഞ്ഞ ആന്ധ്രാപ്രദേശ് പ്രീമിയർ ലീഗിൽ മിന്നിച്ചിരുന്നു. മുൻ അണ്ടർ-19 ലോകകപ്പ് വൈസ് ക്യാപ്റ്റൻ കൂടിയായ ഷെയ്ഖ് റഷീദിന് ഇത്തവണ CSKയിൽ നിർണായക റോൾ ഉണ്ടാകും. വലിയ പ്രകടനം നടത്താൻ കഴിവുള്ളയാളാണ് ഷെയ്ഖ് റഷീദ് എന്ന് നിസ്സംശയം പറയാം. രണ്ടാമതായി ലിസ്റ്റിലുള്ളത് കുമാർ കുശാഗ്രയാണ്. 20കാരനായ താരത്തെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഒപ്പം കൂടിയത്. CSKയും ഡൽഹിയും യുവതാരത്തിനായി രംഗത്തെത്തിയെങ്കിലും 65 ലക്ഷത്തിന് ഗുജറാത്ത് കുശാഗ്രയെ സ്വന്തമാക്കുകയായിരുന്നു. വലിയ സ്കോർ നേടാൻ ശേഷിയുള്ള താരമാണ് കുശാഗ്ര. ആഭ്യന്തര ക്രിക്കറ്റിൽ 250-ലധികം റൺസ് നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് അദ്ദേഹം. ഗുജറാത്ത് വേണ്ട വിധം ഉപയോഗിച്ചാൽ ടീമിന് മുതൽക്കൂട്ടായി മാറാൻ പ്രാപ്തിയുള്ളയാൾ കൂടിയാണ് കുശാഗ്ര എന്ന് നിസ്സംശയം പറയാം. ഈ ലിസ്റ്റിലെ മൂന്നാമത്തെയാൾ നൂർ അഹമ്മദാണ്. ഇതിനോടകം IPLലും അഫ്ഗാൻ ടീമിലുമായി കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ് നൂർ അഹമ്മദ്. റാഷിദ് ഖാനെ പോലെ തന്നെ സ്പിൻ മികവ് കൊണ്ട് എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയാണ് 19കാരനായ താരം. നേരത്തെ ഗുജറാത്തിനായി കളിച്ചിട്ടുള്ള നൂറിനെ 10 കോടി രൂപയ്ക്കാണ് CSK സ്വന്തമാക്കിയിട്ടുള്ളത്. വട്ടം കറക്കുന്ന സ്പിൻ മികവ് കൈമുതലായുള്ള താരമാണ് നൂർ. CSK പോലൊരു സൂപ്പർ ടീമിലേക്ക് എത്തുമ്പോൾ നൂർ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കുമെന്നും പ്രതീക്ഷിക്കാം. നാലാമതായി ലിസ്റ്റിലുള്ളത് മുഷീർ ഖാനാണ്. സർഫറാസ് ഖാന്റെ സഹോദരനായ മുഷീർ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ ഇതിനോടകം തന്നെ തന്റെ കരുത്ത് തെളിയിച്ചിട്ടുള്ള ആൾ കൂടിയാണ്. മുഷീറിനെ ഇത്തവണ പഞ്ചാബ് കിങ്സ് ആണ് സ്വന്തമാക്കിയത്. മധ്യനിരയിൽ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരം ഇടം കൈയ്യൻ സ്പിന്നർ എന്ന നിലയിലും ടീമിന് മുതൽക്കൂട്ടാണ്. സർഫറാസ് ഖാന്റെ ഫിറ്റ്നസ് പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. എന്നാൽ മുഷീർ ഖാൻ മികച്ച ഫിറ്റ്നസ് ഉള്ളയാളാണ്. പഞ്ചാബ് താരസമ്പാദനമാണ്. എന്നാൽ മധ്യനിരയിലേക്ക് പരിഗണിക്കപ്പെട്ടാൽ വലിയ പ്രകടനം നടത്താനുള്ള പ്രാപ്തി ഉണ്ട്. ഈ ലിസ്റ്റിൽ അഞ്ചാമത്തെ ആൾ അഫ്ഗാനിസ്ഥാന്റെ അലാ ഗസൻഫാറാണ്. 18 വയസ്സുകാരനായ അലാൻ ഗസൻഫാറിനെ മുംബൈ ഇന്ത്യൻസ് ആണ് ടീമിലെടുത്തത്. അധികം കേട്ട് പരിചയമില്ലാത്ത ഈ ഒരു താരത്തിനായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും അടക്കം രംഗത്തെത്തിയിരുന്നു. ഒടുവിൽ മുംബൈയാണ് താരത്തെ ടീമിലെത്തിച്ചത്. വലം കയ്യൻ ഓഫ് ബ്രേക്ക് ബോളറായ അലാ ഗസൻഫാർ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ ശേഷിയുള്ളയാളാണ്. മുംബൈ ഇമ്പാക്ട് ബോളറായി കളിപ്പിക്കാൻ സാധ്യതയുള്ള യുവതാരം കൂടിയാണ് ഗസൻഫാർ. ഈ ലിസ്റ്റിലെ ആറാമത്തെ ആൾ വൈഭവ് സൂര്യവംശിയാണ്. ഇത്തവണ എല്ലാവരെയും വിസ്മയിച്ചൊരു താരം കൂടിയാണ് വൈഭവ്. 13 വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവിനെ 1,10 ലക്ഷം രൂപയ്ക്കാണ് രാജസ്ഥാൻ റോയൽസ് ടീമിലെത്തിച്ചത്. അനായാസം റൺസ് ഉയർത്തുന്ന ക്ലാസിക് ബാറ്ററാണ് വൈഭവ്. ഇക്കഴിഞ്ഞ അണ്ടർ-19 ഏഷ്യ കപ്പിൽ മികവ് കാട്ടിയ വൈഭവ് രാജസ്ഥാൻ റോയൽസിൽ വലിയ പ്രതീക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈഭവ് രാജസ്ഥാനെ കപ്പിലേക്ക് അടുപ്പിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ.